നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിലുള്ള ചലനങ്ങൾ ഇടത് ക്യാമ്പിലും പൊതുവിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എതിർ പ്രചാരണങ്ങളുമുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട UDF നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് ഈ CPIMലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഉയർത്താൻ വേണ്ടി താങ്കളെ ഇടിച്ചു താഴ്ത്താൻ ബലിയാടാക്കുകയാണ് എന്നാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതിന്റെ ഒരു പ്രശ്നം, നമ്മളൊരു വലതുപക്ഷ ആശയങ്ങൾക്ക് മേധാവിത്വമുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ അധികാരാസക്തിയിൽ പുളഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം പാർട്ടികൾക്കിടയിലാണ് നിർഭാഗ്യവശാൽ ഞങ്ങൾക്കും പ്രവർത്തിക്കേണ്ടി വരുന്നത്, CPIMനും പ്രവർത്തിക്കേണ്ടി വരുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി അധികാര സ്ഥാനങ്ങൾ, തെരഞ്ഞെടുപ്പുകളിലൂടെ കിട്ടുന്ന പദവികൾ, അതിനല്ല പരമപ്രാധാന്യം. അപ്പൊ ചിലർ ചോദിക്കും, പിന്നെ എന്തിനാ നിങ്ങൾ മത്സരിക്കുന്നതെന്ന് ചോദിക്കും. ഞങ്ങളത് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പുകളെ ആശയപ്രചരണത്തിന് ഞങ്ങളുടെ നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു അവസരമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ചിലയിടത്ത് മത്സരിക്കുന്നില്ലേ. പക്ഷെ കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയും ഉയർന്ന സാക്ഷരതയും വലിയ സമരങ്ങളുടെ ചരിത്രവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ജയിക്കുന്നു, ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. അങ്ങനെ ജയിച്ചു വരുന്ന ഗവൺമെന്റിന് ഇവിടെ സോഷ്യലിസം കൊണ്ടുവരാനൊന്നും കഴിയില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാട് പോലെ ആ ഭരണം ഉപയോഗിച്ച് ഏറ്റവും സാധാരണക്കാരും ദരിദ്രരുമായ മനുഷ്യർക്ക് കഴിയാവുന്ന ആശ്വാസങ്ങൾ കൊടുക്കുക, സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിന് സഹായിക്കുന്ന നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഞങ്ങൾ അധികാരത്തെ ഉപയോഗിക്കുന്നത്. എന്നാൽ വലതുപക്ഷ രാഷ്ട്രീയം ഓരോ വ്യക്തിക്കും വളരാനുള്ള അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പരമപ്രധാനമാണെന്ന് ചിന്തിക്കുന്നവരുടെ ചില വിലാപങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്കിടയിൽ ചേരിപ്പോരുണ്ടാവും, വിഭാഗീയത ഉണ്ടാവും, കാലുവാരലുണ്ടാവും, തൊഴുത്തിൽ കുത്തുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഇല്ലാത്ത പാർട്ടിയാണ്. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഈ വലതുപക്ഷക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നതിന്റെ സ്വാധീനം കൊണ്ടുണ്ടാവുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള കുറവുകളില്ലാതെ മുൻപോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തുന്നവരോട് എനിക്ക് വളരെ വിനയമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് കോൺഗ്രസ് അല്ല. നിങ്ങളെ കാണുന്ന പോലെ ഞങ്ങളെ കാണരുത്. ഞങ്ങൾ ആരെങ്കിലും ഉയർത്താനോ താഴ്ത്താനോ ഒക്കെ നിങ്ങളെപ്പോലെ ചെയ്യുന്ന കൂട്ടരല്ല. നിങ്ങളല്ല ഞങ്ങൾ എന്ന് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഈ താങ്കളുടെ നിലപാടാണ് സ്വരാജ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിത്വം. എന്നാൽ ഈ താങ്കള് പല സമയങ്ങളിൽ പല വിഷയങ്ങൾ സ്വീകരിച്ച നിലപാടുകളെ ഇപ്പോൾ ഒരൊട്ടൊക്കെ വക്രീകരിച്ചോ അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് അടർത്തി മാറ്റിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും പലസ്തീനിലെ ഈ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാട്. അപ്പോൾ ഈ നിലപാടുകളുടെ കാര്യത്തിൽ എന്താണ് ഈ ഇവർ പ്രചാരണത്തെ എങ്ങനെയാണ് കാണുന്നത്? നിലപാടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില ആളുകൾക്ക് അതില്ല. അപ്പോ നിലപാടുണ്ടാവുക പ്രധാനമാണ്. ആ നിലപാട് മനുഷ്യപക്ഷമാവുക എന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് പാർട്ടിയിലും പെട്ട ഒരാളാവട്ടെ, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തതകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്നാൽ പൊതുവായ കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർ, അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ, മുറിവേൽക്കുന്ന മനുഷ്യർ, കുടിയിറക്കപ്പെടുന്ന മനുഷ്യർ, ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ രണ്ട് നിലപാടിന് പ്രസക്തിയേയില്ല. അവരോടൊപ്പം നിൽക്കുക, ഐക്യദാർഢ്യപ്പെടുക, എല്ലാ ഹിംസയെയും എതിർക്കുക, ഇതൊക്കെ സാർവലൗകികമായി, സാർവത്രികമായി, സാർവജനീനമായി നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് എന്ന് ഞാൻ കരുതുന്നു. അതിലെവിടെയാണ് പിശക് എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഓരോ നിലപാടും മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ നിലപാടാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ ഇതുവരെ സ്വീകരിച്ച ഒരു നിലപാടും ഞാൻ തിരുത്തിയിട്ടില്ല, ഇന്നുവരെ തിരുത്തിയിട്ടില്ല. എതിർപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ തിരുത്താത്തത് എന്തെങ്കിലും ഞാൻ മേനി നേടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ തിരുത്തില്ല, അങ്ങനെയല്ല. പെശകായ ഒരു നിലപാട് സ്വീകരിച്ചു പോയാൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചിലപ്പോൾ മനുഷ്യരാണ്. അത് തിരുത്തും, ഏറ്റുപറയും, അതിനൊരു മടിയുമില്ല. ജനങ്ങളുടെ മുൻപാകെ ഇങ്ങനെ ഒരു പെശക് സംഭവിച്ചു അത് തിരുത്തും, അങ്ങനെയാണ് വേണ്ടത് മനുഷ്യർ. പക്ഷെ ഇന്നോളം അങ്ങനെ എനിക്ക് വന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ നിലപാടിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു. അത് ശരിയായ നിലപാടാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതിനെ വേണമെങ്കിൽ വക്രീകരിക്കാം, അടർത്തി മാറ്റാം, സന്ദർഭത്തിൽ നിന്ന് മാറ്റാം, പിന്നെ തെറ്റായ കാര്യങ്ങൾ തിരികെ കയറ്റാം. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ എതിർത്തിട്ടില്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു നടപടിയെയും എതിർത്തില്ല. ഭീകരവാദത്തെ അതിശക്തമായി എതിർത്തു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിൽ പാകിസ്ഥാനെ എതിർത്തു. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി ജീവൻ പോയാലും എന്റെ ആഗ്രഹം അതാണ്, ലോകത്തിൽ യുദ്ധമുണ്ടാവരുത്. ആ ആഗ്രഹമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്, ഇന്ത്യൻ സൈന്യത്തിനും ആഗ്രഹമായിരുന്നു. ലോകത്തിലെ എല്ലാ സമാധാനകാംക്ഷികളും ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിലെവിടെയാണ് ആർക്കാണ് ബോധ്യമാകാത്തത് എനിക്കറിയില്ല. ബോധ്യമാകാത്തവരെ കാലം ബോധ്യപ്പെടുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അവസാനം ഈ പ്രചരണത്തിന്റെ ഒരു ദിവസം പിന്നിട്ടു, ഈ ഔപചാരിക പ്രചരണം വൈകുന്നേരം ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഇതുവരെ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? നല്ലൊരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആവേശോജ്വലം, അത് നമ്മുടെ പ്രതീക്ഷയിൽ കവിഞ്ഞുള്ളതാണ്. ഇന്നലെ ഇപ്പോ തീവണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോ ഓരോ സ്റ്റേഷനിലും
അവരൊന്നും ഇവിടുത്തെ വോട്ടർമാരല്ല. അവർ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലെത്തി. എനിക്കതൊരു വലിയ അനുഭവമായിരുന്നു. അത് ചെറുകരയും അങ്ങാടിപ്പുറവും പട്ടിക്കാടും മേലാറ്റൂരും തുവൂരും വാണിയമ്പലവും എല്ലാ സ്റ്റേഷനിലും. അതിനുശേഷം ഇവിടെ വന്നപ്പോഴാണെങ്കിലും വലിയ ജനസഞ്ചയമാണ് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ റോഡ് ഷോ ഞങ്ങൾ 7 മണിക്ക് എടക്കരയിൽ സമാപിക്കാനാണ് ഉദ്ദേശിച്ചത്. ഏതാണ്ട് 10 മണിയോട് അടുപ്പിച്ചാണ് സമാപിക്കാൻ കഴിഞ്ഞത്. അതൊക്കെ വൻതോതിലുള്ള ജനങ്ങൾ എല്ലായിടത്തും സ്വീകരിക്കാൻ കടന്നു വന്നതുകൊണ്ടാണ്. അതിൽ ഏറ്റവും ആവേശം തോന്നിയൊരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, അങ്ങനെ അല്ലാത്ത ചിലരും ഈ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ ആശംസകൾ അർപ്പിക്കാൻ വന്നു. അതിൽ ചിലർ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളവരാണ്. അത് ഒരു പുതിയ അനുഭവമായിരുന്നു. സാധാരണ ഒരു സ്ഥാനാർത്ഥി പര്യടനം വരുമ്പോൾ മിക്കവരും പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭാവികളോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിലെ വികസന മുന്നേറ്റവും ജനക്ഷേമ പദ്ധതികളും ഒക്കെ തുടരണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ്. അവരുടെ പിന്തുണ ലഭിക്കുന്നു എന്നത് വളരെ ആഹ്ലാദകരമാണ്. താങ്കൾ ഇരിക്കുന്നിടത്ത് ഒരു എമർജൻസി എക്സിറ്റ് അതൊക്കെ ഒരു പ്രചരണത്തിന് ആളുകൾ തെറ്റായി എടുക്കുന്നുണ്ട്. ആളുകൾക്ക് എന്തും വ്യാഖ്യാനിക്കാം, ഏത് കാര്യത്തിലും വക്രീകരിച്ച് അവതരിപ്പിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ കച്ചവട രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ പേരുദോഷം വന്നുപോയ ഒരു മണ്ഡലത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. സ്വരാജ്, നല്ല ആത്മവിശ്വാസമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്ന പ്രതികരണം ആശാവഹമാണ് എന്നാണ് സ്വരാജ് പറയുന്നത്. നിലമ്പൂരിൽ നിന്നും സിറിലിനൊപ്പം ആർ ശ്രീജിത്ത്, 24.